കേരളത്തിൽ ദേവസ്വം ബോർഡിൽ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച CPM മോദി സർക്കാരിന്റെ ഇതേ രീതിയിലുള്ള സംവരണത്തിനെതിരെ രംഗത്തെത്തി. മുന്നോക്ക വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് മാത്രമാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. ബില്ലിലെ വ്യവസ്ഥകളിൽ നിറയെ വൈരുദ്ധ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കുന്ന വിധത്തിലല്ല ബിൽ. വർഗീയ ധ്രുവീകരണത്തോടൊപ്പം ജാതി വികാരം കൂടി ഇളക്കിവിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പാർലമെന്ററി സംവിധാനത്തെ നോക്കുകുത്തിയാക്കുന്ന വിധത്തിലാണ് ബിൽ കൊണ്ടുവന്നത്. അതേസമയം മുന്നോക്ക വിഭാഗങ്ങളിലെ യഥാർത്ഥ പിന്നോക്കക്കാർക്ക് സംവരണം നൽകുന്നതിനോട് CPM യോജിക്കുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റിൽ ബിൽ പാസാക്കുന്നതിന് മുൻപ് വിശദമായ ചർച്ച വേണമെന്ന് CPM പോളിറ്റ് ബ്യൂറോയും ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ നീക്കം തിരഞ്ഞെടുപ്പ് തന്ത്രമാണെന്നും PB കുറ്റപ്പെടുത്തി. സംവരണത്തിന്റെ വരുമാന പരിധി 8 ലക്ഷമാക്കിയത് തീരുമാനത്തിന്റെ അന്തസ്സത്ത അട്ടിമറിക്കും. സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായാണ് CPM സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും അതുതന്നെയായിരുന്നു. എന്നാൽ നിലവിലുള്ള സംവരണത്തെ തൊട്ടുകളിക്കാൻ അനുവദിക്കില്ലെന്നും പിണറായി വ്യക്തമാക്കിയിരുന്നു. 50% വരെ സംവരണമാകാം എന്നതാണ് ഭരണഘടന അനുശാസിക്കുന്നത്. ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ 60% വരെ സംവരണമാകാമെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. എന്നാൽ ഭരണഘടനയിലെ സംവരണ വ്യവസ്ഥകളിൽ ഇളവ് വരുത്തി തമിഴ്നാട് സർക്കാർ 69%ആക്കി സംവരണം. കേന്ദ്രത്തിന്റെ ഭരണഘടനാ ഭേദഗതിയെ കോൺഗ്രസ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന തീരുമാനം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് CPMഉം കോൺഗ്രസും ആരോപിക്കുന്നു. പൊതു തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം നിൽക്കെ എടുത്ത തീരുമാനം നടപ്പാക്കാനാകില്ലെന്ന് ഇരു പാർട്ടികളും ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.